ഹായ്, ഇന്ന് നമുക്ക് നോക്കാനുള്ള SCRT ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2-ലെ യൂണിറ്റ് 13, അതായത് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ആ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതെന്താ നോക്കാം നമുക്ക്. അതായത് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം: എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ ആവുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് എന്നാ പറയുന്നത്? ജനങ്ങൾക്കുണ്ട്. അപ്പൊ 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് അല്ലെ. ഓക്കെ, കൊളോണിയൽ നിയന്ത്രണം. മെയ്ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ അമേരിക്കയിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു കഥ പോലെ കേട്ടിരുന്നാൽ മതി കേട്ടോ. മെയ്ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ, ഏതാ കപ്പല്? മെയ്ഫ്ലവർ എന്ന പേരിലുള്ള ഒരു കപ്പൽ. ആ കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയും അല്ലെ. ഇവർ എന്താണ്? പ്യൂരിറ്റന്മാരുടെ ഒരു സംഘമാണ്. ഇവരെന്ത് ചെയ്യാണ്? വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത് അല്ലെങ്കിൽ മസാച്ചുസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. മെയ്ഫ്ലവർ എന്ന പേരിലുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം എന്ത് ചെയ്യുകയാണ്? വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത് അല്ലെങ്കിൽ മസാച്ചുസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി രൂപം കൊണ്ടു. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഒരു 12 കോളനികൾ കൂടെ രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിന്റെ പിന്തുണ ഇല്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. അപ്പം മാതൃരാജ്യത്തിന്റെ പിന്തുണ ഇല്ലാതെയാണ് അവരെന്ത് ചെയ്തത്? അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ രാജ്യത്തിന്റെ പിന്തുണയില്ല. അങ്ങനെ ഇവരെ നിയന്ത്രിക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്യാണ്? കോളനികളിൽ ആരെ നിയമിക്കുകയാണ്? അവര് ഇതാക്കിയ കോളനികളിൽ എന്ത് ചെയ്യാണ്? ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് പ്രധാന കാരണമാവുകയാണ്. ഓക്കെ, ഇനി പ്യൂരിറ്റന്മാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. അപ്പോൾ ഇവര് ഇംഗ്ലണ്ടിലെ ആരായിരുന്നു? ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു ഈ പറയുന്ന പ്യൂരിറ്റന്മാർ എന്ന് പറയുന്നത്. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. ഓക്കെ, അതാണ് ഈ പ്യൂരിറ്റന്മാരെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം എന്ന് പറയുന്നത്. പ്യൂരിറ്റന്മാർ എന്നുള്ള മനസ്സിലായല്ലോ. ഇനി വാണിജ്യ നിയന്ത്രണം.
ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്താ ചെയ്തത്? ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കി അവർ കോളനികളെ മാറ്റുകയാണ്. അവരുടെ അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യാൻ? സംഭരിക്കുക, അതുപോലെ നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? അവിടെ വിറ്റഴിക്കുക, അതിനുള്ള ഒരു കമ്പോളമാക്കി മാറ്റുകയാണ് ആരെ? ഈ കോളനികളെ. അങ്ങനെ ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടി വരും. ഇനി കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആ വാണിജ്യ നിയമങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ അതുപോലെ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോവാനായിട്ട് പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. എന്തൊക്കെയാ? കോളനിയിൽ നിന്ന് കോളനികളിലേക്ക്, ഒരു കോളനിയിൽ നിന്ന് മറ്റു കോളനിയിലേക്കുള്ള സാധനങ്ങൾ ഒന്നുകിൽ ബ്രിട്ടീഷ് കപ്പൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോവാനായിട്ട് പാടുള്ളൂ. ഓക്കെ, കിട്ടിയോ? അടുത്തത് കമ്പിളി, പുകയില, കപ്പലിന്റെ പായ്. എന്തൊക്കെ? കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ, കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. ഇംഗ്ലണ്ട് വഴിയേ അയക്കാൻ പാടുള്ളൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ അതുപോലെ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോവാനായിട്ടും പാടുള്ളൂ. അതാണ് രണ്ടാമത്തത്. അടുത്തത് 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച്, സ്റ്റാമ്പ് നിയമം ഏതാ വർഷം എന്നാണ്? 1765 കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, എന്തൊക്കെ? വിൽപത്രങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. എന്തിലൊക്കെ? വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള എന്ത് പതിപ്പിക്കണം? സ്റ്റാമ്പ് പതിപ്പിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചു പിടിക്കുന്നതിനായാണ് അധിക നികുതി അവർ ഏർപ്പെടുത്തിയത്. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ഒരുപാട് ചെലവായിട്ടുണ്ട്. ആർക്ക്? ബ്രിട്ടന്. ഈ ചെലവായിട്ടുള്ള തുക അവർക്ക് തിരിച്ചു പിടിക്കണം. അതിനാണ് എന്ത് ചെയ്യുന്നത്? കോളനികൾക്ക് മേൽ ഈ അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും, എന്നാൽ എന്താണ്? 1765 സംഭവമാണത്. അത് പിന്നെ 1766 എന്ത് ചെയ്യാണ്? ഈ നിയമം പിൻവലിച്ചു. പിൻവലിച്ചുവെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായത്. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി പിന്നെന്ത് ചെയ്യാണ്? രംഗത്ത് വരികയാണ്. ഇവരെന്ത് ചെയ്യാണ്? ഇതിനെതിരെ രംഗത്ത് വരികയാണ്. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്. എന്ത്? സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായിട്ട് കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി അങ്ങോട്ട് ഇല്ലാതായി. യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം. ഇങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ അവർക്ക് സൈനിക പരിചയം ഒരുപാട് കിട്ടി. പിന്നെ സ്വന്തം ശക്തിയെ കുറിച്ചുള്ള ബോധം, അവർക്ക് അത്യാവശ്യം ശക്തിയുള്ളവരാണ് എന്നുള്ള ബോധം അവർക്ക് തന്നെ ഉണ്ടായപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഇവർക്ക് ബ്രിട്ടനെതിരെ പോരാടാനുള്ള ചില പ്രേരണകളായിട്ട് മാറുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, എന്ത്? എന്താ ഇത് നികുതി അല്ലെ? നികുതി 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്താനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമായിരുന്നു. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി രംഗത്ത് വന്നു. അതുകൂടാതെ സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായതും യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം, ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്? ഇവർക്ക് ബ്രിട്ടനെതിരെ പോരാ
പോരാടാൻ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ സൈഡിൽ കണ്ടോ, എന്താ ബോസ്റ്റൺ തേയില സൽക്കാരം അല്ലെ, ബോസ്റ്റൺ തേയില സൽക്കാരം എന്താ പറയുന്നത്, കണ്ടോ, പ്രതിഷേധക്കാർ തേയില കടലിൽ തള്ളുന്ന രംഗാണ് ഇത്. അപ്പൊ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പിലാക്കി. 1773 തേയില നിയമം നടപ്പിലാക്കി. നോർത്ത് പ്രഭു. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. എന്താ ഇതിൽ പറയുന്നത്, കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ ഒരു നിയമം, തേയില നിയമം. 1773 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു നടപ്പിലാക്കിയ ഈ നിയമത്തിൽ എന്താ പറയുന്നത്, കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നത്. ഇങ്ങനെ തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറി പറ്റിയ പ്രതിഷേധക്കാർ, റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറി പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ എവിടേക്ക്, കടലിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് പറയുന്നത്. ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, ആ വർഷമൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അങ്ങനെ ഇനി നോക്കാം നമുക്ക്, കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരാൻ ഇടയാക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഈ നിയമങ്ങൾ, എവിടെ, അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് എന്ത് ചെയ്യുകയാണ്, അവർക്കിടയിൽ, അവിടുത്തെ കോളനിവാസികൾക്കിടയിൽ എന്ത് ചെയ്യാണ്, ഒരു ഐക്യബോധം വളരാൻ ഇടയാക്കുകയാണ്. ഈ ഐക്യബോധത്തിന്റെ പരിണിത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നും അറിയപ്പെടുന്നു. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു? മനസ്സിലായോ? അപ്പോ ഈ ഇവർക്ക് ഐക്യബോധം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ഐക്യബോധത്തിന്റെ ഫലമായിട്ട് ഫിലാഡൽഫിയയിൽ ഈ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിക്കുകയാണ്. ഇത് എന്ത് ചെയ്യാണ്, കോണ്ടിനെന്റൽ, ഇത് എന്താ അറിയപ്പെടുന്നത്, കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സമ്മേളനം. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ ഇതിൽ പങ്കെടുത്തു. എന്താണ്, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ഫസ്റ്റ് 1774 കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് ഏത് വർഷമാണ്, 1774. ഇതിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ ഇവർ തീരുമാനിച്ചു. പരാതി പരിഹരിക്കുന്നത് വരെ ബ്രിട്ടനുമായിട്ടുള്ള എന്ത് ചെയ്യുക, വ്യാപാരം നിർത്തിവെക്കുക. അങ്ങനെ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. എന്താ അവിടെ നടക്കുന്നത്, ബ്രിട്ടീഷ് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായിട്ട് നിയമിച്ചു. അങ്ങനെ ജോർജ് വാഷിംഗ്ടണിനെ എന്ത് ചെയ്യാണ്, അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായിട്ട് നിയമിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടനുമായിട്ട് അവർ യുദ്ധം ആരംഭിച്ചു. മനസ്സിലായോ? അപ്പൊ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ എന്താ സംഭവിക്കുന്നത്, ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകുകയാണ്. അതുപോലെ എന്താണ്, ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കൻ സൈന്യത്തിന്റെ എന്ത് ആക്കുകയാണ്, തലവനായിട്ട് നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. ഇനി മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അറിയാലോ? അപ്പൊ പ്രസിദ്ധമായ സ്വതന്ത്ര പ്രഖ്യാപനം 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ നടത്തി. ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്, തോമസ് ജെഫേഴ്സൺ അല്ലെ, തോമസ് ജെഫേഴ്സൺ ആണ് എന്നുള്ളതും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചേക്ക, പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്.
എന്താണ് ഈ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്? ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വാസ്യത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതി. അല്ലെ, പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ പരാതി നമുക്കറിയാം. അപ്പൊ ഈ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറഞ്ഞാല് ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വാസ്യത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണ്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. അല്ലെ, 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ്. ഇനി എന്താ സപ്തവത്സര യുദ്ധം? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സപ്തവത്സര യുദ്ധം വ്യാപാര കുത്തക ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇതിനെ ബ്രിട്ടനോടുള്ള യുദ്ധത്തിന് കാരണങ്ങളില് ഒന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഈ സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ സപ്തവത്സര സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് വ്യാപാര കുത്തക ഉറപ്പാക്കുന്നതിന് ആയിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. എന്തിനു വേണ്ടിയിട്ട്? വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? സപ്തവത്സര യുദ്ധം. 1756 ആരംഭിച്ച യുദ്ധം 1763 പാരീസ് സന്ധിയോടെ അവസാനിച്ചു. 1756 ഈ യുദ്ധം ആരംഭിച്ചത്, സപ്തവത്സര യുദ്ധം. പിന്നെ 1763 പാരീസ് സന്ധിയോടെ ഇത് അവസാനിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സപ്തവത്സര യുദ്ധവും ഒലിവ് ബ്രാഞ്ച് പെറ്റീഷനും ഒക്കെ. ഇനി അടുത്തത് തത്വചിന്തയും വിപ്ലവവും. എന്താണ് തത്വചിന്തയും വിപ്ലവവും? അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളുമാണ്. അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള 3 ആളുകളുടെ ആശയങ്ങളും 3 ആളുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജെയിംസ് ഓട്ടിസിന്റേതാണ്. പ്രാതിനിധ്യമില്ലാതെ എന്തില്ല? നികുതിയില്ല. ആരാ പറഞ്ഞത്? ജെയിംസ് ഓട്ടിസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് ആരുടെ ആശയമാണ്? ജെയിംസ് ഓട്ടിസിന്റെ ആശയമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അടുത്തത് തോമസ് പെയിനിന്റേതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. ഇനി ജോൺ ലോക്കിന്റേതാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അല്ലെ, ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാവും. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. ഇനി എന്താണ്? പുതിയ ഭരണഘടന തയ്യാറാകുന്നു. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് എന്ത് ചെയ്യാണ്? ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. എന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കുകയാണ്. ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കാനായിട്ട് ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. അപ്പൊ യുദ്ധാനന്തരം കോളനികളൊക്കെ ചേർന്നിട്ട് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഒരു ഭരണഘടന ചട്ടക്കൂടൊക്കെ തയ്യാറാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ്
വാഷിങ്ടണിനെ എന്ത് ചെയ്യാണ് തെരഞ്ഞെടുക്കുകയാണ്. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുക്കുകയാണ്? ജോർജ് വാഷിങ്ടണിനെ തെരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന, വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന, വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണഘടനയുടെ പ്രധാന സവിശേഷത എന്നാണ് പറയുന്നത്? ഫെഡറൽ മാതൃകയിലുള്ളതാണ്, ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കക്കുള്ളത്. ഇതനുസരിച്ചിട്ട് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന, വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ഇനി അടുത്തത്, കേന്ദ്ര ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ 3 ശാഖകളായിട്ടുള്ള ഏതൊക്കെ? കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി, അല്ലെ? കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഇനി വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോകശക്തിയായി വളർന്നു വരാൻ സഹായിച്ചു. വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോകശക്തിയായി വളർന്നു വരാൻ സഹായിക്കുകയാണ്. അപ്പൊ നോക്കുക, നമുക്ക് ജോർജ് വാഷിങ്ടനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ജോർജ് വാഷിങ്ടൺ. അപ്പോ 1732 ജോർജ് വാഷിങ്ടൺ ജനിച്ചു. എന്നാ ജനിച്ചിട്ടുള്ളത്? 1732 ജനിച്ചതാണ് ജോർജ് വാഷിങ്ടൺ. പിതാവ് അഗസ്റ്റിൻ വാഷിങ്ടണും മാതാവ് മേരി വാളും ആയിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വ സൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ. അമേരിക്കൻ കോളനികളുടെ സർവ്വ സൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പൊ എന്തൊക്കെ പദവി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്? അമേരിക്കൻ കോളനികളുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ പദവികൾ വഹിച്ചു. മൈ ജേർണി ടു ദി ഒഹായോ വാലി. എന്താ കൊടുത്തിട്ടുള്ളത്? മൈ ജേർണി ടു ദി ഒഹായോ വാലി. മൈ ജേർണി ടു ദ ഒഹായോ വാലി. പെൻവാൽ വിത്ത് മെനി അറൌണ്ട് ദി വേൾഡ്. എന്താണ്? പെൻപാൽ വിത്ത് മെനി അറൌണ്ട് ദ വേൾഡ് എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആരുടെ കൃതികളാണെന്ന് ചോദിച്ചാല് ആരുടേതാണ്? ജോർജ് വാഷിങ്ടണിന്റേതാണ്. ഏതൊക്കെ? മൈ ജേർണി ടു ദി ഒഹായോ വാലി. എന്താണ്? ഒഹായോ വാലി. മൈ ജേർണി ടു ദി ഒഹായോ വാലി. അതുപോലെ പെൻപാൽ വിത്ത് മെനി അറൌണ്ട് ദ വേൾഡ് എന്നുള്ളത് ജോർജ് വാഷിങ്ടണിന്റെ എന്താണ്? കൃതികളാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി ആഭ്യന്തര കലാപവും ഐക്യവും. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. ഇഫ് സ്ലേവറി ഈസ് നോട്ട് റോങ് then nothing is wrong. എന്താണ്? ഇഫ് സ്ലേവറി
ഇഫ് സ്ലേവറി ഈസ് നോട്ട് റോങ് ദെൻ നത്തിങ് ഈസ് റോങ്. അതായത് അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകളാണിവ. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകളാണിവ. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത്? പിന്നീടുണ്ടായ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത്. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട സങ്കീർണമായിട്ടുള്ള സംഭവമായിരുന്നു ഈ ഒരു ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ വാക്കുകൾ അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റില്ല എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? എബ്രഹാം ലിങ്കന്റേതാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ. ഓക്കെ. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തി കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തി നോക്കാം നമുക്ക്. എന്താണ്? ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ട് എന്തുണ്ടായി? ലോകമെമ്പാടുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം, അല്ലെ? ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ആരാണ് ലോകത്തിന് സംഭാവന ചെയ്തത്? അമേരിക്കൻ ഭരണഘടനയാണ്, അല്ലെ? ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകി. ഓക്കെ. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയവും എന്ത് ചെയ്തു? ലോകത്തിന് നൽകി. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തിയിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ലോകത്തിന് എന്ത് ചെയ്യുകയാണ്? സംഭാവന ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. എന്താണ് അന്തരം? അല്ലെ? അതായത് അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ ഏതൊക്കെ? കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വ്യവസായവും വാണിജ്യവുമായിരുന്നു അവരുടെ പ്രധാന മേഖല എന്ന് പറയുന്നത്. വ്യവസായം, വാണിജ്യം. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷിയായിരുന്നു പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ. ഇനി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? വ്യാവസായിക ഉൽപ്പന്നത്തിനായിട്ട്. പക്ഷെ ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു കൃഷിയായിരുന്നു പ്രധാന മേഖല, സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം. ഇവിടെ എന്തായിരുന്നു? വ്യവസായശാലകൾ വളരെ കുറവായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ അതുപോലെ ഇംഗ്ലണ്ടിനെയോ ഇവർക്ക് ആശ്രയിക്കേണ്ടിയിരുന്നു, അല്ലെ? ഒന്നെങ്കിൽ വടക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടല്ലോ, ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. വ്യവസായവും വാണിജ്യവും പ്രധാന മേഖലയായിരുന്നു. എന്നാൽ ഇവരെന്ത് ചെയ്തു? തെക്കൻ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ അതുപോലെ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കണം എന്നതായിരുന്നു. ഓക്കെ. ഇനി വിദ്യാഭ്യാസത്തിന് വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല? വിദ്യാഭ്യാസത്തിന് അധികം പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. പിന്നെന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. എവിടെ? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ. എന്നാൽ ഇവിടെ എന്താണ്? തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കാം. അടിമത്തം 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം വരെ. എങ്ങനെ? 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം വരെ യൂറോപ്യർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. യൂറോപ്യർ എന്ത് ചെയ്തു? ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു.
19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം വരെ വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥിതിയെ നിരുത്സാഹപ്പെടുത്തി. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഈ അടിമത്ത വ്യവസ്ഥിതിയെ എന്ത് ചെയ്യുകയാണ്? നിരുത്സാഹപ്പെടുത്തി. ജോൺ വൂൾമാന്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ജോൺ വൂൾമാന്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ജോൺ വൂൾമാന്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 1808 ജോൺ വൂൾമാന്റെ പ്രവർത്തന ഫലമായിട്ട് 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ എന്ത് ചെയ്യുകയാണ്? നിരോധിക്കുകയാണ് എന്ന് 1808. അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ, പക്ഷെ അടിമത്തത്തിന് നമ്മൾ വടക്കൻ സംസ്ഥാനങ്ങളെ കാര്യമാണ് പറഞ്ഞത്. അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അവർക്ക് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു. അടിമത്ത വിരുദ്ധ പത്രമായ ദി ലിബറേറ്ററും അതുപോലെ മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇതൊന്ന് പഠിച്ചു വെച്ചേ, ഇമ്പോർട്ടന്റ് ആണ്. അടിമത്ത വിരുദ്ധ പത്രമായിരുന്നു ഏത്? ദ ലിബറേറ്റർ. ദി ലിബറേറ്റർ എന്നുള്ളത് അടിമത്ത ലിബറേഷൻ അല്ലെ, അത് ആലോചിച്ച് വെച്ചാൽ മതി. ദ ലിബറേറ്റർ എന്നുള്ളത് അടിമത്ത വിരുദ്ധ പത്രമായിരുന്നു. അതുപോലെ മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ, മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും എന്താണ്? അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇത് വടക്കൻ സംസ്ഥാനങ്ങളും അതുപോലെ തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള എന്ത് വർദ്ധിപ്പിക്കുകയാണ്? സംഘർഷം വർദ്ധിപ്പിക്കുകയാണ്. ഇനി അതിനു മുന്നേ നമുക്ക് ഈ അടിമത്തത്തെ കുറിച്ചൊന്ന് നോക്കാം. ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം. അതൊക്കെ അറിയാവുന്നതാണ് അല്ലെ. ഒരു മനുഷ്യൻ എന്താണ്? അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം. എന്താണ് എന്ന് ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചിട്ടുണ്ട്. ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചത് എങ്ങനെയാണ് അടിമത്തത്തെ? ലീഗ് ഓഫ് നേഷൻസ് അടിമത്തത്തെ നിർവചിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ്? പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും അതുപോലെ വ്യക്തികളെ വിലക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. ഈ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ? പരാജിതരായിട്ടുള്ള ശത്രുക്കളെ തടവുകാരായി പിടിച്ചിട്ടും അതുപോലെ വ്യക്തികളെ വിലക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. ഈ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ എവിടേക്ക് കൊണ്ടുവന്നു? അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, കിട്ടിയോ? ഇനി ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക് നോക്കാം നമുക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ അല്ലെ. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ ആയിരുന്നു. ഇദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. എബ്രഹാം ലിങ്കണ് 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം എന്ത് ചെയ്യുകയാണ്? അവസാനിപ്പിക്കുകയാണ്. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു.
ഓക്കെ, അവർ തങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? യൂണിയനിൽ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കാം, ഒന്നുകൂടെ പറയാം. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത്? എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഇദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ ഇതാരാന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്ട്രോവ് എന്ന് പറയുന്നത്. മിസ്സിസ് കണ്ട മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്, അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം രചിച്ച അടിമത്തത്തിനെതിരെയുള്ള അവരാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്ന എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞു അല്ലെ. ഇദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാ തെരഞ്ഞെടുക്കപ്പെട്ടത്? 1860. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുകയാണ്? യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ ഈ വടക്കൻ സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, അവർ ഈ യൂണിയനിൽ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് എന്തിലേക്ക് നയിക്കുകയാണ്? ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്ന പോലെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ട് നോക്കണം കേട്ടോ. ഒരു വട്ടം കേട്ടാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈസി ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ യൂണിയൻ വിജയത്തിലേക്ക് 1861 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ 1861 നമ്മൾ പറഞ്ഞ കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും അതുപോലെ യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുകയാണ്? അന്തിമ വിജയം നേടി. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധം. ഏതാണ്? ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. 1860 ആ യുദ്ധം ഓർത്ത് വെച്ചേക്കാട്ടോ. ഗെറ്റിസ്ബർഗ് യുദ്ധം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ 1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. 1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. ഇത് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട് സന്മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. എന്നാൽ പരാജിതരായിട്ടുള്ള തെക്കൻ സംസ്ഥാനങ്ങളോട് എന്താ ലിങ്കൺ ചെയ്തത്? സന്മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത്, ആരാണ്? ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. അപ്പൊ എന്നാ വധിക്കുന്നത്? 1865 ഏപ്രിൽ 15 എന്ത് ചെയ്യാണ്? പിന്നെ ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. 1865 ഏപ്രിൽ 15. ഓക്കെ, നോക്കാം നമുക്ക്. 1809 ഫെബ്രുവരി 12 കെന്റക്കിയിൽ ജനിച്ചു. എവിടെ? കെന്റക്കിയിൽ ജനിച്ചു. ആര്? എബ്രഹാം ലിങ്കൺ. 1809 ജനിച്ചിട്ടുള്ളത് കേട്ടോ. ഫെബ്രുവരി 12 എവിടെ? കെന്റക്കിയിൽ ജനിച്ചു. 1859 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി. ഓക്കെ,
1859 എന്തായി? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ്? 16ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അമേരിക്കയിൽ എന്താണ് ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ മെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, പഠിച്ചു വെച്ചേക്കാം. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ചത്. ഗെറ്റിസ്ബർഗ് പ്രസംഗം. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കേട്ട് നോക്കിയാൽ മതി കേട്ടോ. എന്ത് ചെയ്യാം, പിന്നെ പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുണ്ടല്ലോ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടിസ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം, അത് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അതൊക്കെ നമുക്ക് ആ പേരായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ജോൺ ലോക്ക് ഇട്ടാൽ മൗലികാവകാശം അല്ലെ, മനുഷ്യന് ചില മൗലികാവകാശം ഉണ്ട്, അല്ലെങ്കിൽ എന്ത്, അപ്പൊ ഈ ആ ജോൺ ലോക്ക് അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. തോമസ് പെയിൻ എന്ന് പറയുമ്പോൾ വേദന എന്നുള്ള ആലോചിച്ച് വെച്ചിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവ്വം വേർപിരിയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെയിന്. അപ്പോൾ അങ്ങനെ അത് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്, അത് പിന്നെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ശരി, ഇത് പഠിച്ചതിന് ശേഷം പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ, ശരി.